ഇനിയൊരിക്കലും അമ്മുവിനോട് കള്ളം പറയരുതെന്ന് ഹരി മനസ്സിൽ തീരുമാനിച്ചിരുന്നു. ഒരു കള്ളം മറയ്ക്കാൻ 1000 കള്ളം പറയേണ്ടി വരും. അതിലും നല്ലത് സത്യം പറയുന്നതാണ്. നടന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞു. ഇനിയൊരിക്കലും മദ്യപിക്കില്ലെന്നും ശാരിയുടെ വീട്ടിൽ പോകത്തില്ലെന്നും അവളുടെ തലയിൽ അടിച്ച് തന്നെ അവൻ സത്യം ചെയ്തു. ഇനിയെങ്കിലും നിനക്ക് എൻ്റെ കഴുത്തിൽ നിന്ന് ഈ കത്തിയൊന്ന് മാറ്റാമോ? അമർത്തി മൂളിക്കൊണ്ട് കഴുത്തിൽ നിന്ന് കത്തിയെടുത്തു. ഇനി ഈ വാക്ക് തെറ്റിച്ച് ഇവിടെ നിന്നും പോയാൽ ഈ കത്തി ഞാൻ എൻ്റെ ശരീരം മുറിക്കും. നീ എന്താ അമ്മു സൈക്കോ പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ ചെയ്തു നോക്ക്. ഇപ്പോൾ ഞാൻ സംസാരിച്ചതല്ലേ ഉള്ളൂ, ഇനി പ്രവർത്തിക്കും ഞാൻ. ഉശിരോടെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. എനിക്ക് വയറ് വിശക്കുന്നു, ചോറ് തരുന്നില്ലേ? ഇത്രയും നേരം തെണ്ടാൻ പോയതല്ലേ, തനിയെ എടുത്ത് കഴിച്ചാൽ മതി. എന്നാ എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ തിന്നണ്ട എന്നും പറഞ്ഞവൾ റൂമിൽ കയറി കതകടച്ചു. കുറച്ച് സമയം ടിവിയും കണ്ട് കാത്തിരുന്ന് അവൾ വന്ന് ചോറ് തരുമെന്ന് വിചാരിച്ചു. വരുത്തില്ല എന്ന് ഉറപ്പായപ്പോൾ തനിയെ പോയി കഴിച്ച് ചോറിലും വെള്ളം ഒഴിച്ച്. ഇവൾ ഇങ്ങനെ ഈനാമ്പേച്ചിയെ കണക്ക് ഇരുന്നാൽ ഞാൻ എങ്ങനെയൊന്ന് മെരുക്കിയെടുക്കും? ഓരോരോ ചിന്തകളിൽ മുഴുകി അവൻ കിടന്നു. അവൻ ആഹാരം കഴിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് അവളും ഉറങ്ങാനായി കിടന്നു. പിന്നെയും ദിവസങ്ങൾ പൊഴിഞ്ഞുപോയി. ഹരി ജോലിക്ക് പോയി തുടങ്ങി. അമ്മയും അമ്മുവും അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. ഹരി എല്ലാ തെമ്മാടിത്തരങ്ങളും നിർത്തി നല്ല കുട്ടിയാവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറിയാൽ പിന്നെ പുറത്തോട്ട് പോലും പോകില്ല. ഹരിയുടെ ഉപദേശപ്രകാരം രവിയും ചെറുതായി കുടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ശാരി കർണൻ മുതലാളിയുടെ എല്ലാമായി കഴിഞ്ഞു. ഫാം ഹൗസിനോട് ചേർന്നുള്ള ബംഗ്ലാവിലാണ് ഇപ്പോൾ ശാരിയുടെ താമസം. മനസ്സിൽ നിറയെ സ്നേഹമുണ്ടെങ്കിലും ഹരിയോട് ഇതുവരെ ഒരു മമതയും കാണിക്കാൻ അമ്മുവിന് തോന്നിയില്ല. ഈറ്റപ്പുലിയെ പോലുള്ള സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കുസൃതിയും കുറുമ്പുമായി അവളുടെ അടുത്ത് ചെല്ലാൻ അവനും ഭയമാണ്. ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മുഴുവൻ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ഇപ്പോൾ ഹരിക്കും ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വന്നെന്നും നല്ല രീതിയിൽ ജീവിക്കണമെന്നും വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. 3 പേരും കൂടി ടിവിയിൽ സിനിമ കണ്ടിരുന്നപ്പോഴാണ് അമ്മ ആ ചോദ്യം ചോദിച്ചത്. മോനെ, നിന്റെ അസുഖമൊക്കെ മാറിയല്ലോ, ഇപ്പോൾ ജോലിക്കും പോകാനും തുടങ്ങി. നിങ്ങളുടെ കല്യാണം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമുണ്ടോ? ഹരിയുടെ കണ്ണുകൾ അവളെ തഴുകി കടന്നുപോയി. യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളുമില്ലാതെ TV കാണുകയാണ് അവൾ. ഇങ്ങനെയൊരു സംസാരം അവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അറിയാത്ത മട്ടിലാണിരിക്കുന്നത്. ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ. 1-2 വീട്ടുസാധനങ്ങൾ മേടിക്കാനുണ്ട്. എൻ്റെ പെണ്ണിന് താലിയും മാലയും കടം വാങ്ങാതെ ജോലി ചെയ്ത് വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെല്ലാം ഉള്ളതായിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. അതുവരെ ഇനി അമ്മ കല്യാണത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. അവൻ്റെ വാക്കുകൾ അവളിലുണ്ടാക്കിയ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ അത് പുറമെ പ്രകടിപ്പിക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചിരുന്നു. മോൾ എന്താണ് അഭിപ്രായമൊന്നും പറയാതിരിക്കുന്നത്? ഞാൻ എന്ത് അഭിപ്രായം പറയാനാണമ്മ? അമ്മ എന്ത് തീരുമാനിക്കുന്നു അതിനെനിക്ക് സമ്മതമാണ്. ഹരിമോൻ പറഞ്ഞതുപോലെ അവൻ സമ്പാദിച്ചിട്ട് കല്യാണം കഴിക്കട്ടെ. ഇപ്പോഴേ അവൻ അതിനു വേണ്ടി ഒരു ഉത്തരവാദിത്തം വരട്ടെ. 10 പൈസ സൂക്ഷിച്ചു വെക്കാത്തവൻ കഴിഞ്ഞ 2 ആഴ്ചയായി ജോലി ചെയ്ത കാശ് മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലവ് കഴിച്ച് ബാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ വെറുതെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാതെ ബാങ്കിൽ എങ്ങാനും വലിയൊരു ചിട്ടിക്ക് ചേര്. അല്ലാതെ എല്ലാത്തിനുള്ള കാശ് ഒന്നിച്ച് സമ്പാദിക്കാനൊന്നും കഴിയില്ല. 5 മാസം കഴിഞ്ഞ് ചിട്ടി പിടിച്ചാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. അവളുടെ ആ ഒരു പറച്ചിൽ അവൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത കിട്ടി. അത് ഹരിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായി വിരിഞ്ഞു. കല്യാണത്തിന് അവളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം അവനിൽ വരുത്തിയ സന്തോഷം ചില്ലറയല്ല. മോള് പറഞ്ഞത് നല്ലൊരു ബുദ്ധിയല്ലേ മോനെ? നമുക്ക് 5 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി ചേരാം. നിന്റെ ശമ്പളം കൊണ്ട് സുഖമായി അത് അടച്ചു പോകാം. കല്യാണം എന്നൊരു നല്ലൊരു സ്വപ്നത്തിൻ്റെ തേരിലേറി തുടങ്ങിയിരുന്നു ആ കുടുംബം. അവൻ്റെ സ്വപ്നത്തിൽ ആണിയടിക്കാൻ പാമ്പിനേക്കാൾ പകയുമായി ശാരി കാത്തിരിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടിറങ്ങിപ്പോയ ആ ഒരു രാത്രി മുഴുവൻ അവൾ ചിന്തയിലായിരുന്നു. അവനെ ഏതെങ്കിലും വിധേനെ നോവിക്കണമെന്ന ചിന്ത അവളിൽ അധികരിച്ചിരുന്നു. പിറ്റേന്ന് മുതൽ തന്നെ കർണൻ മുതലാളിയുടെ നമ്പറിൽ വിളിച്ച് ജോലി ചോദിച്ചു. പെൺവിഷയത്തിൽ നല്ല രീതിയിൽ വീക്കായ മുതലാളി അവളുടെ കിളിനാദത്തിൽ കുരുങ്ങിപ്പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജോലിക്ക് പകരം അയാളുടെ വെപ്പാട്ടിയായി സ്ഥാനക്കയറ്റം കിട്ടി. ഹരിയുടെ 7 അയലത്തെത്താൻ മുതലാളിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല.
സ്വർണവും നല്ല ജീവിത രീതികളും കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. ലൈംഗിക ബന്ധത്തിൽ മാനസിക തൃപ്തി കിട്ടിയില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ അവൾ പൂർണ്ണ തൃപ്തിയായിരുന്നു. ഈ ദിവസങ്ങൾ കൊണ്ട് കർണൻ മുതലാളി അവളുടെ കണ്ണേട്ടനായി മാറിയിരുന്നു. വീട്ടുജോലി പോലും അവൾക്ക് ചെയ്യേണ്ടായിരുന്നു. അതിനായി പ്രത്യേകം ആളെ നിർത്തിയിരുന്നു. ശാരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി കർണൻ മുതലാളിക്ക് കണ്ണു കാണാൻ പറ്റാതായിരുന്നു. കർണൻ മുതലാളിയുടെ സ്വഭാവം അറിഞ്ഞ് ആദ്യം കണ്ണീർ പൊഴിച്ചിരുന്ന അയാളുടെ ഭാര്യ അവരുടെ ഇഷ്ടത്തിന് അയാളുടെ സ്വഭാവം തന്നെ കടമെടുത്ത് സന്തുഷ്ടയായി, കുടുംബിനിയായി, പവിത്രയായി ജീവിക്കുന്നു. ഭാര്യയുടെ സ്വഭാവദൂഷ്യം അറിയാതെ അയാളും സന്തോഷമായി ജീവിക്കുന്നു. ആരോഗ്യവാനായ ഡ്രൈവർ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അയാൾ വീട്ടിൽ വരാതിരിക്കുന്നതാണ് ഭാര്യയ്ക്കേറെ ഇഷ്ടം. ഭാര്യയുടെ ചോദ്യം ചെയ്യാതെയുള്ള സ്നേഹമായ പെരുമാറ്റം കർണൻ മുതലാളിക്ക് ഒരുപാട് സന്തോഷമാണ്. പരാക്രമം കഴിഞ്ഞ് തളർന്ന് ശാരിയുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുകയായിരുന്നു അവളുടെ കണ്ണേട്ടൻ. പൂർണ്ണ തൃപ്തയാണെന്ന് അയാളോട് പറയുമെങ്കിലും ഒട്ടും തൃപ്തയല്ലെന്ന് അവളുടെ മനസ്സ് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. കണ്ണടച്ച് ഹരിയെ ആവാഹിച്ചാൽ പോലും ഹരിയെപ്പോലെയാകാൻ കണ്ണേട്ടന് കഴിയില്ലെന്ന് ഈ ദിവസം കൊണ്ട് ശാരി മനസ്സിലാക്കി. അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി. സ്നേഹം കൂടിയിട്ട് എനിക്ക് നിന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നു. നിനക്കെന്തെങ്കിലും വേണോ? എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചു തരും. കണ്ണേട്ടൻ്റെ സ്നേഹം മാത്രം മതി, അല്ലാതെ ഒന്നും വേണ്ട. നിന്നെ ഞാൻ ദിവസം 2 തവണ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ നിനക്ക്. ചി പോ വഷളൻ. അവൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് ലാസ്യമായി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അഭിനയിക്കാൻ പെണ്ണിൻ്റെ അത്രയും കഴിവ് ഒരു പുരുഷനും ഇന്നുവരെ കിട്ടിയിട്ടില്ല. മനസ്സിൽ മുഴുവൻ അയാൾ എത്രയും വേഗം തൻ്റെ ശരീരത്തിൽ നിന്ന് മാറിത്തരണേ എന്നായിരുന്നു ശാരിയുടെ ആഗ്രഹം. പുറമെ അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ കഴിവ് തെളിയിച്ചതിൽ സ്നേഹം മൂത്തിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പാവൻ കണ്ണേട്ടനും കരുതി. എനിക്കൊരു സഹായം വേണമായിരുന്നു കണ്ണേട്ടൻ്റെ. എൻ്റെ ശാരിമോൾക്ക് എന്ത് വേണമെങ്കിലും കണ്ണേട്ടൻ സാധിച്ചു തരും. കണ്ണേട്ടൻ്റെ ഫാമിൽ ജോലി ചെയ്യുന്ന ശ്രീഹരിയില്ലേ, അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റുമോ? അവൻ എന്നെ ഒരിക്കൽ വഴിയിൽ വെച്ച് മോശം പറഞ്ഞതാണ്. അതുകൊണ്ട് അവനെ എനിക്കൊട്ടും ഇഷ്ടമല്ല. വർഷങ്ങളായി അവനെൻ്റെ വിശ്വസ്തനാണ്. അല്ലറ ചില്ലറ കള്ളക്കടത്തൊക്കെ ആയിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഏത് കാര്യവും അവനെ വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. എന്നേക്കാൾ വലുത് അവനാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നിന്നേക്കാൾ വലുതല്ല എനിക്കാരും. ഈ ആഴ്ചത്തെ ജോലിയുടെ ശമ്പളവും കൂടെ കൊടുത്തിട്ട് അവനെ ഞാൻ പിരിച്ചു വിട്ടോളാം. ഒരു ജോലിയും കൊടുക്കത്തില്ല, ലോറിയും കൊടുക്കത്തില്ല, പോരെ? പറഞ്ഞുകൊണ്ട് അവളുടെ മാറിൽ മുഖം പുഴുത്തി. പുഴുവരിക്കുന്നത് പോലെ തോന്നിയിട്ടും ഇക്കിളി കൂടിയതുപോലെ അവൾ അഭിനയിച്ചു. കൂർക്കം വലിച്ചുറങ്ങിയ കണ്ണേട്ടനെ അവജ്ഞതയോടെ തള്ളി മാറ്റി. നഗ്നയായി തന്നെ അവൾ ബാത്റൂമിലെത്തി. ഷവറിൽ നിന്നും തണുത്ത വെള്ളത്തിൽ തല കഴുകുമ്പോൾ അവളുടെ പകയുടെ അഗ്നി ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. അവൻ്റെ അമ്മുവിനെ അവന് സന്തോഷത്തോടെ നോക്കണം. നോക്കട്ടെ, അവൻ സന്തോഷത്തോടെ നോക്കട്ടെ. അവൾ കഴിവുള്ളവളാണ്. അവൾക്ക് ജീവിക്കാൻ അറിയാം. ശ്രീഹരി ജോലിയില്ലാതെ അവളുടെ ചെലവിൽ ജീവിക്കട്ടെ. അതോർത്തപ്പോൾ ഉണ്ടായ സന്തോഷം എത്രയാണെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. അമ്മു മുറ്റം തൂക്കുന്നത് നോക്കിയിരുന്ന് ചായ കുടിക്കുകയാണ്. ഇതെന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? മനുഷ്യരെ കണ്ടിട്ടില്ലേ? നീ എന്തിനാ അമ്മു വെളുപ്പിനെ ഇങ്ങനെ ചൂടാകുന്നത്? ഈ തിണ്ണയിൽ വന്ന് ഇങ്ങനെ വായി നോക്കിയിരിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ നിന്നെയല്ലേ വായി നോക്കിയത്, നാട്ടുകാരെ ഒന്നും അല്ലല്ലോ. ഇനി ഇങ്ങനെ നോക്കിയിരുന്നാൽ മണ്ണ് വാരി ഞാൻ കണ്ണിലിടും. അവൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ചായ കുടിച്ച് തീർത്തിട്ട് കൃഷി നോക്കാനായി ഇറങ്ങി. അവൻ എഴുന്നേറ്റ് പോയപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു. ചെറിയ ചെറിയ സംസാരങ്ങളും നോട്ടങ്ങളുമൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അമ്മു. എന്താണ് മോളെ ഇവിടെ ഒരു ബഹളം കേട്ടത്? അമ്മയുടെ പൊന്നുമോൻ എൻ്റെ കൂടെ വഴക്കിന് വന്നതാണ്. കുറച്ച് ദിവസമായി ഞാൻ 2 പേരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ 1ഉം 2ഉം പറഞ്ഞ് വഴക്ക് കൂടുന്നത്. അത് സ്നേഹം കൊണ്ടല്ലേ എൻ്റെ അമ്മേ? ചൂല് താഴെയിട്ടിട്ട് ഓടിപ്പോയി അവരുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ച്. കൃഷിയെല്ലാം നോക്കിക്കഴിഞ്ഞ് കാലും മുഖവും കഴുകാൻ വന്നപ്പോൾ നനച്ചു വെച്ചിരുന്ന തുണി കണ്ട് ഹരിയുടെ കണ്ണ് തള്ളിപ്പോയി. ഈ തുണി ഇത്രയും കൂടി കഴുകിയാൽ അവിടെ നടു ഒടിയുമല്ലോ. അതിൽ ഒന്നുകൂടി നോക്കിയിട്ട് പഴങ്കഞ്ഞി കുടിക്കാനായി കയറി. അവന് ഇന്നലത്തെ മീൻകൂട്ടാൻ ചട്ടിയിൽ ചോറിട്ട് വെച്ചിട്ട് അവൾക്ക് കൊഴുക്കട്ട കോരി കൊടുക്കുകയാണ് ശാരദ.
അവൾ തനിയെ വാരി തിന്നത്തില്ലേ അമ്മ? എന്തിനാണ് ഇങ്ങനെ കൊഞ്ചിക്കുന്നത്? നിനക്ക് എന്തിനാണ് ഇത്ര കുശുമ്പ്? കാര്യം പറയുമ്പോൾ കുശുമ്പ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മയോട് പറഞ്ഞിട്ട് അവൻ ചോറ് കുഴച്ചു വാരി കഴിക്കാൻ തുടങ്ങി. അവൻ ചോറ് കഴിക്കുന്നത് കണ്ട് അവൾക്ക് ചെറുതായി കൊതി തോന്നി. നിനക്ക് ചോറ് വേണോ അമ്മു? എനിക്ക് വേണ്ട നിങ്ങളുടെ ചോറ്. കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്, അല്ലാതെ നിനക്ക് തരാനുള്ള പൂതി കൊണ്ട് ചോദിച്ചതല്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിക്കാനുള്ള പൂതി എനിക്കില്ല. രണ്ടും കൂടെ ഇങ്ങനെ ഇരുന്ന് വഴക്ക് കൂടിയാൽ കയ്യിൽ കിട്ടുന്നത് എടുത്ത് അടിക്കും ഞാൻ. മുഖത്തോട് മുഖം നോക്കി മുഖം കോട്ടി കാണിച്ച് രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞിരുന്നു. അവൾ എഴുന്നേച്ച് തുണി കഴുകാൻ പോയതും, നീ എന്തിനാണ് ഹരി അവളുടെ കൂടെ വഴക്കിന് ചെല്ലുന്നത്? അവളോടുള്ള അഗാധമായ പ്രണയം കൊണ്ടാണ് അമ്മേ വഴക്ക് കൂടുന്നത്. മോളും കുറച്ചു മുൻപേ ഇതുതന്നെയാണ് പറഞ്ഞത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വഴക്ക് കൂടുന്നത് എന്ന്. എൻ്റെ ശാരദക്കുട്ടി, ഞങ്ങളുടെ വഴക്ക് ശ്രദ്ധിക്കാൻ പോകണ്ട. ചോറ് കഴിച്ചു കഴിഞ്ഞ് തുണി കഴുകുന്ന അവളെ സഹായിക്കാനായി അവനും ഇറങ്ങി. സോപ്പിട്ട് വെക്കുന്ന തുണിയെല്ലാം അവൻ ഞെവിടിപ്പിഴിഞ്ഞ് അഴയിൽ വിരിച്ചു. നിങ്ങളുടെ തുണി തീർന്നു, ഇനി പൊയ്ക്കോ. ഒരു കല്യാണ പാർട്ടിയുടെ അർജന്റ് തയ്യലുണ്ടായത് കൊണ്ട് തന്നെ 3-4 ദിവസമായി തുണിയൊന്നും കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് തുണിയെല്ലാം കൂട്ടിയിട്ടിറങ്ങിയത്. അതെന്ത്, ബാക്കി തുണി ഞാൻ കഴുകിയാൽ എൻ്റെ കയ്യിൽ പറ്റിപ്പിടിക്കുമോ? ഞാനൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും ചെയ്യേ. അമ്മയുടെയും അവളുടെയും വലിയ തുണിയെല്ലാം സോപ്പിട്ട് കൊടുത്തു. അമ്മ തുണി കഴുകാൻ ഇറങ്ങി വന്നപ്പോൾ തുണി കഴുകുന്ന ഹരിയെ കണ്ട് ചുണ്ടിലൊരു പുഞ്ചിരി ഒളിപ്പിച്ച് അവർ അകത്ത് കയറി. ഇനി മതി, പൊയ്ക്കോ, ബാക്കി ഞാൻ കഴുകിക്കോളാം. അവളെ ഒന്ന് നോക്കിയിട്ട് ഉണങ്ങിയ കൈലിയും എടുത്തവൻ കുളിക്കാനായി കയറി. ഇപ്പോൾ ഇട്ടേക്കുന്നതും കൂടി തന്നാൽ കഴുകിയിടാമായിരുന്നു. അത്രയും കഴുകിയിട്ട് നീ കുളിച്ചോ, ഞാൻ കഴുകിക്കോളാം. അമ്മയുടെയും അവളുടെയും അടിവസ്ത്രങ്ങളെല്ലാം കഴുകി വിരിച്ചിട്ട് തലയിൽ എണ്ണയും തേച്ച് ബാക്കി വന്ന എണ്ണ മുഖത്തും കയ്യിലും കാലിലുമൊക്കെ അവൻ കുളിച്ചിട്ട് ഇറങ്ങാനായി കാത്തു നിന്നു. കുളിച്ചിട്ടിറങ്ങിയ ഹരി അമ്മുവിനെ കണ്ട് ശ്വാസം നിലച്ചതുപോലെ തോന്നി. കുളിച്ചിറങ്ങി വന്ന അവൻ്റെ കണ്ണിൽ തെളിഞ്ഞ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ കുളിക്കാനായി കയറി. ഉടനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും, അവൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. ഒരു ചേര ഇഴഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അന്നത്തെ കാര്യം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവളുടെ പേടിയുടെ കാര്യം ഓർത്തപ്പോൾ മണ്ണ് വാരി പുറത്തെ അയ്യത്തോട്ട് ഓടിച്ചു വിട്ടു. ഇത്രയും കാട് കയറി നിന്നിട്ടും അവർക്ക് ഇതുവരെ ഇതൊന്നും വന്ന് വെട്ടിത്തെളിക്കാൻ തോന്നിയിട്ടില്ല. കുറച്ച് കാശ് ഒപ്പിച്ചിട്ട് 4 ചുറ്റും മതിൽ കെട്ടണം. ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കുളിച്ചിട്ട് അവൾ പോകുന്നത് കണ്ടത്. കുളിമുറിയിൽ കയറി അവളുടെ തുണിയും കൂടി എടുത്ത് അവൻ കഴുകിയിട്ടു. അവളുടെ തുണി കഴുകുമ്പോഴെല്ലാം എന്തെന്നറിയാത്തൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു നിന്നിരുന്നു. അമ്മ, എടുത്ത തുണിയെല്ലാം തീർന്നു. ഇനി പുതിയ മോഡൽ കുറച്ച് തുണികൾ എടുക്കണം. ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് പോയി എടുക്കാം. ഫ്രോക്ക് തയ്ക്കാനുള്ള തുണിയും അതിൽ വർക്ക് ചെയ്യാനുള്ള മുത്തുക്കളുമൊക്കെ മേടിക്കണം. ചുരിദാറിനും നൈറ്റിയേക്കാളും കാശ് ഫ്രോക്കിന് കിട്ടും. യൂട്യൂബിൽ നോക്കി അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഹരി കയറി വന്നത്. ഇത്രയും നേരം നിനക്ക് എന്തുവായിരുന്നു മുറ്റത്ത് ജോലി? ഒരു ചേര വന്നതിനെ ഓടിച്ചു വിട്ടു. അത് കേട്ടതും കസേരയിലിരുന്നവൾ കാല് പൊക്കി മുകളിൽ വെച്ചു. അത് കണ്ടതും അമ്മയും മോനും പൊട്ടിച്ചിരിച്ചു. പിന്നെ തുണിയും കഴുകിയിട്ടു. തുണി കഴുകിയിട്ടെന്ന് പറഞ്ഞ് അവളെ നോക്കുന്നതിലെ വശപിശക് കണ്ടപ്പോൾ കണ്ണു കൂർപ്പിച്ചു അവൾ അവനെ നോക്കി. നാക്കുകൊണ്ട് നെല്ലിക്ക ഉണ്ടാക്കി ഒരു ചിരിയും ചിരിച്ച് തലയാട്ടിക്കൊണ്ട് അവൻ മുറിയിലേക്ക് പോയി. അവൻ്റെ പോക്ക് കണ്ട് വാതിലിൽ പോയി നോക്കിയപ്പോൾ അവളുടെ തുണിയും കഴുകിയിട്ടേക്കുന്നത് കണ്ട് അവൾക്ക് അരിശം വന്നു. ഡോ, ചെവി പൊട്ടും വിധമാണ് അവൾ വിളിച്ചത്. അമ്മ സുമചേച്ചിയോട് സംസാരിക്കാനായി അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. ആശുപത്രിയിൽ കൂടെ നിന്നതിന് ശേഷം സുമചേച്ചിയോട് വല്ലാത്തൊരു സ്നേഹമാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊരു പോക്കുള്ളതാണ്. നിൽക്കുന്ന നിൽപ്പിൽ അമ്മയെ കാണാതെ പോകും. എന്തിനാണ് അമ്മു ഇങ്ങനെ തൊണ്ട കീറുന്നത്? താൻ എന്തിനാണ് എൻ്റെ തുണി കഴുകിയിട്ടത്? എൻ്റെ തുണി നീ കഴുകുന്നതിന് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിന്റെ തുണി ഞാൻ കഴുകിയതിന് നിനക്കെന്താണ് ഇത്ര കുഴപ്പം? താൻ ഇന്ന് കഴുകിയതിരിക്കട്ടെ, ഇനി മേലാൽ എൻ്റെ തുണിയെടുത്ത് കഴുകരുത്. അവന് നേരെ വിരൽ ചൂണ്ടി ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ചൂണ്ടിയ വിരലോടെ അവളെ പിടിച്ചു ചേർത്ത് നിർത്തി. ആണുങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുമോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. നിന്നേക്കാൾ എത്ര വയസ്സിന് മൂത്തതാണ് ഞാൻ? ആ എന്നെ താൻ എടോ പോടോ
നിങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത് നല്ലതാണോ? കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവളെ മതിലിനോട് ചേർത്ത് നിർത്തി. ശക്തിയിലിടിക്കുന്ന അവളുടെ നെഞ്ചിടിപ്പിൻ്റെ താളം അവനെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു.